അണ്ണാ ഇപ്പൊ നമ്മളെ പറഞ്ഞോ. എനിക്കൊരു കാര്യം പറയാം. ഇവൻ ഇന്നലെ അവര് പറഞ്ഞത് വിഷമമായെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ എന്താ ഇത്രയും പിള്ളേരെ വാടകയ്ക്കെടുത്ത് വിളിച്ചു കൂട്ടി. ഞാൻ ഇത്രയും പിള്ളേരെ വിളിച്ചു കൂട്ടി ഇവന് വേണ്ടി ചോദിക്കാനും തല്ലാനും ഞാൻ അവിടെ പോയത്. ഞാൻ അവിടെ ഗ്യാങ് ഹൗസിൽ ഇപ്പോഴും ഇരുന്ന് ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു എന്താണ് കാര്യം ഏതാണ് കാര്യം എന്ന്. അമ്മമാരുടെ ഓരോ കാര്യങ്ങൾ ഓരോന്ന് കേട്ടോണ്ടിരിക്കുക. ഞങ്ങള് 10-26 പേരെ അവിടെ നിർത്തിയിട്ട് ഇവൻ ഇവിടെ വന്നിരുന്ന് നിന്നോട് ചൊല്ലുന്നത് ഇത് ശരിയാണോ അല്ലയോ? എന്നിട്ട് ഇവൻ നിന്റെ കൂടെ ഞങ്ങളവിടെ ചോദിച്ചോണ്ടിരിക്കുക. അതാ ഇവൻ ഇവിടെ വന്നിരുന്ന് റൊമാൻസ് ഇറക്കണം നിന്റെ അടുത്ത്. എന്റെ പൊന്നു അതല്ല ഇവിടത്തെ ഇഷ്യൂ. അത് വേറെ ഇഷ്യൂ അല്ല. ഇവിടെ എന്താ ഇഷ്യൂ കേക്കട്ടെ. ഇഷ്യൂ ഒന്നുമില്ല. നമ്മളുടെ കൂടെ എപ്പോഴും നിൽക്കുന്നു പറഞ്ഞിട്ട് നമ്മളൊരു വേസ്റ്റ് സിറ്റുവേഷനിൽ നമ്മളടുത്ത് എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പോകുന്ന പറഞ്ഞിട്ട് പോകുന്ന ടീംസ് ആണ് ഈ നിൽക്കുന്ന ആള്. അല്ല ഇവളെ കൺവിൻസ് ഇവളെ കൺവിൻസ് ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കളഞ്ഞു. ഞാൻ ആ ഗ്യാങ് ഹൗസിൽ അവന്റെ കൂടെ കഞ്ഞിയും കറിയൊക്കെ വെച്ച് അവിടെ ഇരിക്കുവായിരുന്നു. മനസ്സിലായ സ്വിമ്മിംഗ് പൂളില് തറയിൽ ഇരിക്കണ്. ഞാൻ ദിന്തിമുത്തായിയുടെ ഫിലിം കേട്ട് ഞാൻ എന്താ ഇവിടെ കണ്ണ് നിറഞ്ഞ് അവന്റെ വിഷമം കേട്ടപ്പോ അവന്റെ കൂടെ നിന്ന് നിന്നെ തല്ലനാണ് എനിക്ക് തോന്നിയത്. മനസ്സിലായ ചോറും കറിയും ഒക്കെ പിടിച്ചിരിക്കണായിരുന്നു അടുക്കള സൈഡിൽ. ഇതിൽ കൂടുതലൊന്നും പറ്റൂല ഗീരി. എനിക്ക് വിഷമായ കുട്ടിയുടെ പേര് എനിക്ക് വിഷമായ റാഷ. ഞാൻ ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് അണ്ടി ഫാക്ടറിയിൽ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിട്ടും അതെല്ലാം ഒഴിവാക്കി ഞാൻ ഇവന് വേണ്ടി ചോദിക്കാനാണ് വന്നത്. എനിക്കത് വിഷമമായി. സത്യം ഒരു ദിവസത്തെ ബിസിനസ് കോടികളാണ് നഷ്ടം. അയ്യോ ചന്ദ്ര സോറി. അങ്ങനെയല്ല കുട്ടി, ഞാൻ പൊതുവെ ഇത് പറഞ്ഞതാണ്. കാരണം പറഞ്ഞ ആഞ്ഞു പിടിച്ചങ്ങ് പോരും. നിങ്ങളൊക്കെ അങ്ങോട്ടാ പോയേ? ഇങ്ങനൊരു ദിവസം ചെയ്യുന്നത് ശരിയല്ലടാ. ഒട്ടും ചെയ്യില്ല. ഭയങ്കര മോശമാണ്. ഭയങ്കര മോശമാണ്. അത് ഒരിക്കലും ചെയ്യണം ശരിയല്ലടാ ഇങ്ങനൊരു ദിവസം. അല്ല വേറൊരു കാര്യം പറഞ്ഞ നമ്മുടെ വീടിന്റെ പെയിന്റ് മാറ്റണം. നമ്മള് കിളിപ്പച്ച അടിച്ചാലും ആലോചിക്കുക. അതെ 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 പച്ച കളർ എന്നാലും നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്തിന്റെ ഇടയ്ക്കുന്നു. അവൻ എങ്ങനെ മനസ്സ് വന്നടാ ഈ പെണ്ണിന്റെ അടുത്ത് ഇപ്പഴും നോക്കിയ കണ്ട അണ്ണ ഗ്യാങ്ങിലുള്ളവർക്ക് പെണ്ണ് വേണ്ടെന്ന രീതി വെക്കണം. ഈ മുതുക്കിലിട്ട് നമ്മളെ തല്ലിയാ പോലും അവനവിടെ നിന്ന് അനങ്ങൂല പറഞ്ഞു തീർക്കാതെ. അതല്ല അവിടെ പറഞ്ഞ ഡയലോഗ് കേട്ടത് ആശനെ പറഞ്ഞ എനിക്ക് സഹിക്കില്ല, എനിക്ക് ഇതാവുന്നു വിഷമായ എനിക്ക് സഹിക്കത്തില്ല, താനൊന്നും പറയണ്ടെന്നല്ല. കവറി തൂറിക്കെട്ടി അവനെ എറിഞ്ഞിട അവനെ. ഹലോ 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 ഹായ് ഹായ്. ആരാ? സുഖാണ്. എന്നെ മിസ് ചെയ്യുന്നില്ലേ? ഇതാരായിരുന്നു മിസ് ചെയ്യാൻ? ഞാനാ സ്വീറ്റി. സ്വീറ്റിയാ? അതാരാ? എന്നെ മറന്നോ?
മറക്കാൻ ഓർമ്മയുണ്ടല്ലോ മറക്കുള്ളൂ. എന്തിനാ ചൂടാകുന്നേ? ഞാൻ ചൂടായതല്ല, ഇതിന്റെ ടോണാ. അന്ന് അത്ര സ്നേഹത്തിനോട് സംസാരിച്ചതല്ലേ? ഞാൻ ഇപ്പോഴും സ്നേഹത്തോടല്ലേ സംസാരിക്കണേ. ഞാൻ അങ്ങനെ പറഞ്ഞ ഫുഡ് കഴിച്ചോ? സീറ്റ് കഴിച്ചോ? ആ ചന്ദ്ര വാസുവണ്ണൻ ഇല്ലാത്ത കൊണ്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഡെയിലി ഞാനാണല്ലോ വാരി തരുന്നത് നിനക്ക്. അണ്ണാ ഞാൻ ഇറങ്ങുവാ. പോട്ടെ 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 ചന്ദ്ര പോട്ടെ. ഡെയിലി ഞാനാണല്ലോ ഊട്ടണേ. വിശക്കണില്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചു നോക്ക്, മരുന്ന് തരും. എന്റെ മരുന്ന് നീയാണ്. നല്ല കടൽ തീരത്ത് കരയിലടിഞ്ഞ അപ്പിയില്ലേ, അത് ഞാൻ അവർ കെട്ടി ഞാൻ ഫോണിൽ കൂടെ എറിയവേ ഉള്ള കാര്യം. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം ഇതൊക്കെ കേട്ടിട്ട്? എലിയുടെ അനിയത്തിയാണാ? കുട്ടി എനിക്ക് കുട്ടിയെ അറിഞ്ഞൂടാ. എവിടെയാ? ഞാൻ ഇവിടെ റിപ്പയറിലുണ്ട് മുതുക്ക്. അങ്ങോട്ട് വരട്ടെ? ആ ഇങ്ങോട്ട് വാ, റിപ്പയറിന് അവിടെ ഉണ്ട്, വാ. എന്റെ കൂടെ എന്റെ അമ്മയുണ്ട്. അമ്മേനോട് സംസാരിച്ചിട്ട് വരാവേ? ഓക്കെ ഓക്കെ. എന്തൊക്കെ തരം ആൾക്കാരല്ലേ ഇവിടെ. ആ തോട്ട് വരരുത്, മനസ്സിലായോ? നീ അമ്പലത്തിലെ പ്രതിഷ്ഠയാണോ? നീ അനങ്ങൂല്ലേ? നീ ഇങ്ങനെ തന്നെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കണോ നിന്നെ ഇവിടെ? നിനക്ക് വേറെ അനക്കവും മൂവ്മെന്റ് ഒന്നും ഇല്ല? വായൊന്നും തുറക്കൂലേ? സംസാരിക്കുവാണല്ലേ? ഇടയ്ക്കൊക്കെ ഒന്ന് അനങ്ങാൻ കേട്ടാ. മാലിട്ട് വെച്ചിട്ട് പ്രതിഷ്ഠയാണ് നീ. കഷ്ടം തന്നെ. അണ്ണാ സോറി അണ്ണാ, അണ്ണന് വിഷമായോ? ഇല്ല ഇല്ല കുട്ടി, ഇനി ഇവന് വേണ്ടിട്ട് ഗണ്ണെടുത്ത് ഇറങ്ങണതിന് മുമ്പ് ഞാനൊന്ന് ആലോചിക്കും. അണ്ണ അങ്ങനെ പറയല്ല. കീരിക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുന്ന അണ്ണാ. ഇല്ല 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 എനിക്ക് വിഷമായി, എനിക്ക് വിഷമായി. അണ്ണ അങ്ങനെ പറയല്ലേ, എനിക്ക് വിഷമമാണ്. സോറി, കീരിക്ക് വേണ്ടി ഞാൻ സോറി ചോദിക്കുന്നു. എനിക്ക് ആരുടെ ഒന്നും പറയാനില്ല. ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ഞാനേ ഇവിടെ വരെ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ട് വന്നിട്ട് കുഴപ്പമില്ല, എനിക്കത് കുഴപ്പമില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല.